ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. നബിദിനത്തിൻ്റെ പരിപാടിക്കും പ്രസംഗം, പാട്ട് തുടങ്ങിയ അനൗൺസ്മെൻറ്റ് അതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ കഴിയുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ ഒരുവിധപ്പെട്ടവരുടെ കയ്യിലുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി. അതിൻ്റെ പേര് ജന്നത്തുൽ മിന്ന. ജന്നത്തുൽ മിന്ന എന്ന പേരിലാണ് ആപ്ലിക്കേഷൻ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് എടുക്കും. ഇതാണ് അതിൻ്റെ ഓപ്പൺ ആക്കുമ്പോൾ ഉള്ള പേജ്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേരാണ് ജന്നത്തുൽ മിന്ന എന്നുള്ളത്. അത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു പേജാണ് കാണുന്നത്. അതിൽ തന്നെ മസ്അലകൾ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുവിധപ്പെട്ട നമുക്ക് അത്യാവശ്യം നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള മസ്അലകൾ മുഴുവനും അതിൻ്റെ അകത്ത് ഒരാൾക്ക്, ഒരു സാധാരണക്കാരനോ അല്ലാത്തവർക്കൊക്കെ നല്ല നിലയിൽ മനസ്സിലാവുന്ന രൂപത്തിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് മഖ്ബറകൾ, വിറുതുകൾ എന്ന് പറഞ്ഞിട്ട് മഖ്ബറകൾ ഓപ്പൺ ആക്കുമ്പോൾ ഓരോ ജില്ല ബേസ് ചെയ്തിട്ട് ഒരു ജില്ലയിൽ ഏതൊക്കെ മക്കാമുകളുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളതിങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ അതിനകത്തുണ്ട്. ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. വിറുതുകൾ എന്ന ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ അതിനകത്തുള്ളത് ഖുർആൻ, അത്യാവശ്യം നമ്മൾ ഡെയിലി പതിവാക്കേണ്ട യാസീൻ, മുൽക്ക്, വാക്യ, റഹ്മാൻ തുടങ്ങിയ സൂറത്തുകൾ. പിന്നെ അത്യാവശ്യം ഡെയിലി ചെല്ലേണ്ട ദിക്റുകൾ, പ്രത്യേക ദിവസങ്ങളിൽ, പ്രത്യേക മാസങ്ങളിൽ ഒക്കെ ചെല്ലേണ്ട ദിക്റുകൾ, മൗലിദുകൾ, കുത്തുബീയത്തുകൾ, അസ്മാഉൽ ഹുസ്നകൾ, അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിറുതുകൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ മുകളോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ഉള്ളത് ആശംസയും മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചെറിയ പെരുന്നാളിന് ഒരാൾക്ക് ആശംസ അയക്കണമെങ്കിൽ ഇതിൽ നോക്കിയാൽ നല്ല ഉഷാറായിട്ടുള്ള ആശംസകൾ കിട്ടും. അനൗൺസ്മെൻറ്റുകൾ രണ്ടും അതിനകത്തുണ്ട്. ഓരോ പരിപാടിയും ബേസ് ചെയ്തിട്ടുള്ള അനൗൺസ്മെൻറ്റുകളും ആശംസകളും ഒക്കെ നമുക്കതിനുള്ളിൽ ലഭ്യമാകുന്നതാണ്. പിന്നെ ആദർശ സംശയ നിവാരണം, അഖീദ പഠനം, അതൊക്കെ പഠിക്കാനാവശ്യമായ ഓരോ സംഘടനയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. പിന്നെ നമുക്ക് അത്യാവശ്യം നബിദിനത്തിൻ്റെ പരിപാടിക്ക് ആവശ്യമായ, ഇതാണ് മെയിൻ സംഗതി ഇതിനകത്തുള്ളത്. ഒരുപാട് കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന കഥ പ്രസംഗം എന്ന ഒരു ഓപ്ഷനുണ്ട്. അത് ഓപ്പൺ ആക്കുമ്പോൾ പ്രസംഗം ഓരോന്നിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി പ്രസംഗം, സ്നേഹമാണ് ഇസ്ലാം, ഒരു സാമ്പിളിന് വേണ്ടി ഒരെണ്ണം ഓപ്പൺ ആക്കിയതാണ്. അതിനകത്തൊരു പ്രസംഗം അതിൻ്റേതായ രൂപത്തിൽ തന്നെ അവർ നല്ല ഒരാൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള രൂപത്തിലും ഹദീസും ആയത്തൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ പ്രസംഗങ്ങൾ, കുട്ടിപ്രസംഗങ്ങൾ എന്ന പേരിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഒരു 5-6 എണ്ണം. അതിൽ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന നല്ല പ്രസംഗങ്ങൾ, നല്ല വിഷയങ്ങൾ, ആൾക്കാർക്ക് കേൾക്കാൻ നല്ല സന്തോഷമുണ്ടാകുന്ന നല്ല വിഷയങ്ങൾ അവരതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ പ്രസംഗം വലിയവർക്ക് പറ്റുന്ന മാലിക് തങ്ങളുടെ ഇഷ്കു നബി, മുത്തുനബി തങ്ങൾ, വിനയ വിസ്മയം, അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അറബിക് സ്പീച്ച്, ഇംഗ്ലീഷ് സ്പീച്ച്, അറബിക്കും ഇംഗ്ലീഷും ഒക്കെ പ്രസംഗങ്ങൾ വേണ്ടവർക്കൊക്കെ അത് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അത്യാവശ്യം ഒരു നബിദിനത്തിനും മറ്റ് പ്രോഗ്രാമുകൾക്കൊക്കെ പറ്റുന്ന രൂപത്തിൽ അത് ഓപ്പണാക്കി നമ്മളതെടുത്ത് പഠിച്ചാൽ മതിയാകും. സാമ്പിളിന് വേണ്ടി ഒരെണ്ണം ഓപ്പൺ ആക്കിയതാണ്, എടുത്ത് പഠിച്ചാൽ മതിയാവും. പിന്നെ അടുത്തത് വേറൊരു ഓപ്ഷനുള്ളത് ഗാനവരികൾ, പാട്ടുകൾ. അതിനകത്തും കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. മാപ്പിളപ്പാട്ട്, മാശപ്പ്, കവാലി, അറബ് ഗാനങ്ങൾ, തവസ്സുൽ ബൈത്ത്. അതിലൊരെണ്ണം ഓപ്പൺ ആക്കിയാൽ ഓരോ അക്ഷരങ്ങൾ ബേസ് ചെയ്തിട്ടാണ്, ഒരു അക്ഷരത്തിൽ കൊണ്ടുള്ള പാട്ടുകൾ. നമ്മൾ എടുത്താൽ പ്രയാസപ്പെടേണ്ട, ഏത് പാട്ടാണെന്ന് തപ്പി നമ്മളിങ്ങനെ നടക്കണ്ട. അതിലെടുത്താൽ ഓരോ തുടക്കത്തിലുള്ള അക്ഷരം വെച്ചുള്ള പാട്ടുകൾ, തവസ്സുൽ ബൈത്തുകൾ, പിന്നെ അറബിക്ക് പാട്ടുകൾ, അങ്ങനെ തുടങ്ങിയ നമുക്ക് അത്യാവശ്യം പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന, ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ പറ്റുന്നതും വലിയവർക്ക് പാടാനും പഠിക്കാനും പറ്റുന്നതും ഒക്കെയായ ബൈത്തുകൾ, തവസ്സുൽ ബൈത്തുകൾ, മാപ്പിള പാട്ടുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് പാട്ടിൻ്റെ ഗാനവരികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന ഒരു ഓപ്ഷനിനകത്തുള്ളത് ഫോൺ നമ്പറുകളാണ്. ഒരുപാട് ആവശ്യമുള്ള ഫോൺ നമ്പറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സുന്നി സ്ഥാപനങ്ങൾ, പ്രഭാഷകരുടെ നമ്പർ, ഇതൊരെണ്ണം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതാണ്. അത് സമസ്ത AP വിഭാഗം, EK വിഭാഗം, ഒരാളത് കണ്ട സന്നദ്ധകൾ കൊടുത്തേക്കാണ്. സയ്യിദന്മാർ, ബാക്കവികൾ, സക്കാഫികൾ, അഹ്സനികൾ, അങ്ങനെ നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ അകത്ത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്താൽ നമുക്കിപ്പോൾ ആരുടെ നമ്പരാണോ വേണ്ടത് ആ ആളുടെ പേര് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് ഒരാളുടെ ഒരു സംഘടനയുടെ പേര്, പിന്നെ ജില്ലയുടെ പേര്, അങ്ങനെ തുടങ്ങി കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെടേണ്ട. ഇത് ആളുടെ നമ്പർ തപ്പിയെടുക്കാനും പാട്ടെടുക്കാനായാലും പ്രസംഗത്തിനായാലും നമ്മൾ പ്രയാസപ്പെടേണ്ട. നമുക്ക് എളുപ്പം അത് എടുത്ത്
നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ആ രൂപത്തിലാണ് അവരിത് ഈ ആപ്ലിക്കേഷനിൽ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ ഇഷ്കെഴുത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്, അത് ഈ വായിക്കുന്നവർക്കൊക്കെ, വായിക്കുന്ന ഒരുപാട് സഹോദരിമാർ, സഹോദരന്മാർ, ഉമ്മമാർ ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ പറ്റുന്നതാണ്. നല്ല മുത്തുനബിതങ്ങളെ പറ്റിയുള്ള നല്ല ഇഷ്കുകൾ, നമുക്ക് മനസ്സിന് കുളിര് തോന്നുന്ന നല്ല നിലയിലുള്ള ഇഷ്കുകളൊക്കെ എഴുതി വായിച്ച് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന നല്ല വരികളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇഷ്കെഴുത്ത് എന്ന ഓപ്ഷനിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് കിസ് പല കാറ്റഗറിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഖുർആൻ കിസ്, ഈ പാർട്ട് 1, 2, 3 എന്നൊക്കെ ഉള്ളത് ഇസ്ലാമിനെ കുറിച്ചുള്ള മറ്റ് കിസ്സുകളൊക്കെയാണ്. പാർട്ട് 1, 2, 3, 4 അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഖുർആൻ കിസ്സുണ്ട്, വെറൈറ്റി കിസ്, റമളാൻ കിസ്, അതൊക്കെ ഖുർആൻ മാത്രം ബേസ് ചെയ്ത്, റമളാൻ കിസ്സാകുമ്പോൾ റമളാനെ പറ്റി മാത്രം ബേസ് ചെയ്തിട്ടുള്ള കിസ്സുകൾ. നമുക്ക് കിസ് മത്സരം നടത്താനും മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് കാണാതെ പഠിക്കാനും പഠിച്ച് മത്സരത്തിൽ പോയി പങ്കെടുത്താൽ ഉപകാരപ്പെടുന്ന നല്ല ചോദ്യ ഉത്തരങ്ങളൊക്കെ അതിനകത്ത് നല്ല നിലയിൽ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കുന്ന രൂപത്തിൽ അവരതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി കിസ് എന്നും പറഞ്ഞിട്ടൊരു കിസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചോദ്യത്തിൻ്റെ നമ്പരും ചോദ്യവും മാത്രമാണ്. അതിൻ്റെ അവസാനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്, പ്രയാസപ്പെടേണ്ട, ചോദ്യ നമ്പർ തന്നെയാണ് ഉത്തരങ്ങളെന്ന്. നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പെട്ടെന്ന് അവർ ആക്കി തന്നെയാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ തന്നെ എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അതിൻ്റെ നമ്പർ തന്നെയാണ്. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ല നബിദിനവും നബിദിനത്തിൻ്റെ പ്രോഗ്രാമുകളും ഒക്കെയായി ബന്ധപ്പെട്ട നല്ല ഒരു ആപ്ലിക്കേഷനാണ് സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ. ഇപ്പോൾ സ്വാതന്ത്ര്യദിനമൊക്കെ വരികയാണ്. സ്വാതന്ത്ര്യദിനത്തിന് നമുക്ക് പറയാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിൻ്റെ കഥകൾ, ചരിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നമുക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ഇതിനെപ്പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ആർക്കെങ്കിലും ഉപകാരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു.